കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ കണ്ടു. ജാനകി നയനയെ വന്ന് വെല്ലുവിളിക്കുകയാണ്. കാരണം അനാമിക അനിയും തമ്മിലുള്ള വിവാഹം നടക്കും. നീ ഇനിയിപ്പൊ എന്തൊക്കെ പരിപാടികൾ ഒപ്പിക്കാലും എന്തൊക്കെ തന്ത്രങ്ങൾ പറ്റിയാലും അതൊന്നും നടക്കാൻ പോകുന്നില്ല. പറഞ്ഞു കേട്ടല്ലോ, മര്യാദയാണ് മര്യാദ. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ നിന്നെ ഒന്ന് കാണുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം ശരിക്കും ഈ ജാനകിയുടെ സ്വഭാവം എന്താന്ന് നിനക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് അങ്ങോട്ട് പോവാ. എനിക്ക് സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറമായിരുന്നു. ജാനകിയില് ഇങ്ങനെ ഒരു മാറ്റം ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. അനാമി എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ജാനകി ഇപ്പൊ ഇങ്ങനെ പെരുമാറുന്നതെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. പിന്നീട് നയന അകത്തേക്ക് കയറി ചെല്ലുന്ന സമയത്ത് മുത്തശ്ശി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. മുത്തശ്ശിയുടെ മുഖം കണ്ടപ്പോൾ നയനയ്ക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. മുത്തശ്ശിയോട് ചോദിച്ചാൽ എന്താ പറ്റി മുത്തശ്ശി? മുത്തശ്ശിയുടെ മുഖം എന്താ വല്ലാതിരിക്കണേന്ന് ചോദിക്കുക. പിന്നീട് മുത്തശ്ശി പൂജാരി പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുവാണ്, ജ്യോത്സ്യം പറഞ്ഞ കാര്യങ്ങൾ. കാരണം കല്യാണം നടന്നിട്ടുണ്ടെങ്കിൽ ആ ജീവിതം ഒരിക്കലും ശാശ്വതമാവില്ല. 2 കല്യാണമുണ്ട്, 2 കല്യാണം നടക്കുമെന്നാണ് അനിയുടെ ജാതകത്തിലുള്ളതെന്ന് പറയാം. ഇത് കേട്ടും നയന പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും മുത്തശ്ശിനെ ചോദിക്കുക. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ കല്യാണം വേണ്ട, അല്ലെ വേണ്ടെന്ന് വെക്കാന്നൊക്കെ പറഞ്ഞതാ. പക്ഷേങ്കിൽ ജാനകി അതിന് സമ്മതിക്കുന്നില്ല. ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് അതിനെ പറഞ്ഞു, ഒരു പക്ഷേങ്കിൽ അനാമയ്ക്ക് വിഷമമാണെന്ന് കരുതിയിട്ടായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഈ കല്യാണമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന കാര്യമാണോ? ജാതകങ്ങൾ തമ്മിൽ ചേർത്തില്ലെങ്കിൽ ഒരിക്കലും ആ ബന്ധമൊന്നും ശാശ്വതമാകാൻ പോകുന്നില്ല. ജാനകിയുടെ മനസ്സിൽ എന്തോ ഒരു പ്രതികാരം പോലെ മോളെ ഈ കല്യാണം നടത്തണമെന്ന് ഒറ്റക്കാലം നിൽക്കുമെന്ന് പറയണം അവള്. ഈ സമയത്താണ് ദേവേനയും ജലജയും കൂടി വരുന്നത്. ദേവേനി പറഞ്ഞു, ഇനിയിപ്പം ജാതകം നോക്കി എന്നിട്ട് കാര്യമില്ല, എന്തെങ്കിലും പരിഹാരം ഉണ്ടോ എന്ന് നോക്കുക ചെയ്യണ്ടേ. മുത്തശ്ശി പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് പരിഹാരം ചെയ്യാനാ? പരിഹാരം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മുമ്പ് തന്നെ ചെയ്തതല്ലേ, എത്ര പരിഹാരം ചെയ്താന്ന് പറയാണ്. ജലജ പറഞ്ഞു, ജാതകങ്ങൾ തമ്മിൽ ചേർത്തില്ലെങ്കിൽ ഈ കല്യാണം അങ്ങോട്ട് വേണ്ടെന്ന് വെക്ക്, അതല്ലേ നല്ലത്. ജലജയുടെ ഉള്ളിൽ അങ്ങനെ ഒരു തീരുമാനമായിരുന്നു, എങ്ങനെ ഈ കല്യാണം ഒന്നും മുടങ്ങണം. വലിയ കാശുകാരന്റെ വീട്ടിൽ നിന്നല്ലേ അവള് വരാൻ പോന്നേ. ദേവേനി പെട്ടെന്ന് പറഞ്ഞേ, അതിന്റെ കാര്യമൊന്നുമില്ല. അനാമിക മോളെ ഞാൻ മരുമോളായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്ന നല്ല മോളാ. ഇത്ര നല്ല സ്വഭാവശുദ്ധിയുള്ള ഒരു മരുമോൾ ഇനി കുടുംബത്തിലേക്ക് വരാനില്ലെന്ന് പറയണം. നയനയും നവ്യേനെയും ഒന്ന് കുത്തി പറഞ്ഞാണ് ദേവേനി. പെട്ടെന്ന് മുത്തശ്ശി വെച്ചു, എന്താ ദേവേനി നീ അങ്ങനെ പറയണേ? എന്താ നയനമോളുടെ സ്വഭാവത്തിന് എന്താ കുഴപ്പമെന്ന് ചോദിക്കും. പെട്ടെന്ന് പറഞ്ഞു, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. പക്ഷെങ്കിൽ ഇവിടെ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ അനാമികനെ മരുമോളായിട്ട് അംഗീകരിക്കാൻ പോകുന്നുള്ളെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നയന എന്ത് ചെയ്യുക, ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോരുവാണ്. നയനയ്ക്ക് മനസ്സിലായി എന്തെങ്കിലും ഒരു പോംവഴി കണ്ടേ മതിയാവുള്ളൂ. പിന്നീട് നയന നേരെ ക്ഷേത്രത്തിലേക്ക് പോവാണ്. പൂജാരിയുടെ അടുത്ത് നിന്ന് ചോദിക്കുവാണെങ്കിൽ ചിലപ്പോൾ പൂജാരിക്ക് എന്തെങ്കിലും പോംവഴി പറഞ്ഞു തരാനായിട്ട് പറ്റുമായിരിക്കും. എങ്ങനെയെങ്കിലും കല്യാണം നടക്കണം, അല്ലെങ്കിൽ തന്നെ നന്ദുവിനെ ബാധിക്കുന്ന കാര്യമാണ്. പാവം നന്ദു. ഇപ്പൊ അനിക്കിനി എന്ത് സംഭവിച്ചാലും അതെല്ലാം നന്ദുവിനെ ബാധിക്കുന്ന കൂടെ കാര്യമാണ്. നന്ദുവിന് പ്രാക്കും കൊണ്ടോ അല്ലെങ്കിൽ നന്ദു കാണിച്ചു വെച്ച പണിപാടിയാന്ന് എല്ലാവരും പറയത്തുള്ളൂ. ഇപ്പൊ തന്നെ ജാനകികളമേ അങ്ങനെയാണ് പറയണേ. ശരിക്കും പറഞ്ഞാൽ പോയി രക്ഷിക്കുകയോ ചെയ്തേ. നന്ദുവിനെ രക്ഷിക്കാൻ പോകേണ്ട ഒരു കാര്യമില്ലായിരുന്നു. നന്ദു രക്ഷിച്ചാൽ പോരാ എന്നിട്ട് ചീത്തപ്പേര് വേറെ കേൾക്കുകയും ചെയ്തു. പിന്നീട് നയന പൂജാരിയുടെ അടുത്ത് എന്നിട്ട് ക്ഷേത്രത്തിൽ ചെന്ന് പൂജാരിയുടെ കാര്യങ്ങളൊക്കെ പറയാണ്. ജാതകങ്ങൾ തമ്മിൽ ചേരാത്തതിൻ്റെയും കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 കല്യാണം നടക്കുന്ന കാര്യങ്ങളെല്ലാം പറയാം. എല്ലാം കേട്ട് കഴിഞ്ഞാൽ പൂജാരി പറഞ്ഞു, ഒരു പ്രതിവിധിയുണ്ട്, ഒരു വാഴക്കല്യാണം നടത്തിയാൽ മതി എന്ന് പറയണം. വാഴക്കല്യാണോ? അതെന്ത് കല്യാണം? സാധാരണഗതിയിൽ തമിഴ്നാട്ടിലൊക്കെ ഉള്ളൊരു ആചാരമാണിത്. കാരണം ചിലരുടെ ജാതകത്തിൽ 2 കല്യാണം പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പൊ അവരെന്ത് ചെയ്യും, നല്ലൊരു വാഴേനെ ഇങ്ങനെ സ്ത്രീയെ സങ്കല്പിച്ച് ആ കഴുത്തിൽ അങ്ങ് താലി ചാർത്തും. വാഴയെ പോയി കല്യാണം കഴിക്കും. സാരിയൊക്കെ ഉടുപ്പിച്ച് ആഭരണങ്ങളൊക്കെ അണിയിച്ച് അങ്ങനെയായിരിക്കും നിർത്തിയിരിക്കുന്ന വാഴേനെ. അങ്ങനെ താലി ചാർത്തിയിട്ട് പിന്നെ ആ വാഴ കൊണ്ടേ വെട്ടി ആറ്റിലോ എവിടെയെങ്കിലും ഒഴുക്കി കളയുവാണ് ചെയ്യുന്ന പതിവ്. അപ്പൊ അങ്ങനെ ചെയ്യാറുണ്ട്. ഇവിടെ അങ്ങനെ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ 2ാമത്തെ കല്യാണം വാഴുമല്ലോ. 2ാമത്തെ കല്യാണം വിവാഹ ജീവിതം നിലനിൽക്കുന്നുള്ളതാണ് ജാതകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. പിന്നെ കുഴപ്പമില്ലോ എന്ന് പറയാം. ഇത് കേട്ടെന്ന് എനിക്ക് തോന്നി, ശരിയാ, അങ്ങനെയെങ്കിൽ അങ്ങനെ. ഒരു കാരണവശാലും അനിയുടെ ബന്ധം തകരില്ല. എനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാണ്. കാരണം അവന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അവന് നല്ലൊരു പെണ്ണിനെയാണ് കിട്ടേണ്ടത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പം അനാമിക അല്ലാതെ മറ്റൊരു പെണ്ണിനെ ഒരു കാരണവശാലും അവൻ ആലോചിക്കാൻ പോലും പറ്റില്ല. വീട്ടിലെല്ലാവരും അതിന് സപ്പോർട്ടായി കഴിഞ്ഞു. ഇനിയിപ്പോൾ താൻ എന്തെങ്കിലും എതിർത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 സംശയങ്ങളായിരിക്കും. അല്ലെ തന്നെ ഇളയമ്മ നല്ല ദേഷ്യത്തിലായിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ കല്യാണം കൂടെ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും താൻ എന്തേലും പ്ലാനുകൾ ഉണ്ടാക്കിയത് മുടക്കിയതാന്ന് പറയത്തുള്ളൂ. അതുകൊണ്ട് അതിന്റെ കാര്യമില്ല. തന്നെ നന്ദു എങ്കിലും രക്ഷപ്പെട്ടെ പാവം. അല്ലെ തന്നെ നന്ദു ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവളുടെ ജീവിതം എന്തായി തീരും. ഒരിക്കലും അവൾക്കൊരു നല്ല ജീവിതം കിട്ടാനും പോകുന്നില്ല. പിന്നീട് നയന ക്ഷേത്രത്തിൽ നിന്ന് വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ആദ്യം പോകുന്നത്.
മുത്തശ്ശിയുടെ അടുത്ത് എന്നിട്ട് മുത്തശ്ശിയോട് പറഞ്ഞു, മുത്തശ്ശി ഞാൻ ക്ഷേത്രത്തിൽ പോയി പൂജാരിനെ കണ്ടിട്ടുണ്ടായിരുന്നു. പൂജാരി ഒരു പോംവഴി പറഞ്ഞതെന്ന് പറയണം. എന്ത് പോംവഴി? അല്ല, അനിയുടെ അനാമികയുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണമെങ്കിൽ, അല്ലെങ്കിൽ അനി 2 കല്യാണം കഴിക്കുമെന്നല്ലേ പറഞ്ഞേ. അപ്പൊ വാഴക്കല്യാണം നടത്തുന്നതിനെ കുറിച്ച് പൂജാരി പറഞ്ഞു പറയണം. ഇത് കേട്ട് മുത്തശ്ശി പറഞ്ഞു, വാഴക്കല്യാണോ? അതെ, ആ അതെനിക്കറിയാം മോളെ, വാഴക്കല്യാണം എന്താന്ന്. പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് അങ്ങോട്ട് ചിന്തിച്ചില്ല കേട്ടോ. അങ്ങനെ പൂജാരി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് വാഴക്കല്യാണം തന്നെ നടത്തിയേക്കാന്ന് പറയാം. പിന്നീട് നയന മുറിയിലേക്ക് വരുന്ന സമയത്ത് ആദർശ് അവിടെ ഉണ്ടായിരുന്നു. ആദർശ് ചോദിച്ചു, അല്ല നിന്നെ കുറെ സമയമായിട്ട് ഞാൻ കണ്ടില്ല, നീ എവിടെ പോയതായിരുന്നു ചോദിക്കും. ഞാൻ ക്ഷേത്രത്തിൽ വരെ പോയതാ. ക്ഷേത്രത്തിലോ? എന്താ ഈ സമയത്ത്? ഞാൻ പൂജാരിനെ ഒന്ന് കാണാൻ പോയതാന്ന് പറയാണ്. പിന്നീട് അനിയെക്കുറിച്ചുള്ള സംഭവങ്ങളെല്ലാം പറയണം. അനിയുടെ അനാമികയുടെ വിവാഹം നടന്നു കഴിഞ്ഞാൽ 2 വിവാഹം ഉണ്ടാവുമെന്ന് പറഞ്ഞതും അതൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ആദർശ് പറഞ്ഞു, ഇതൊക്കെ ചുമ്മാ പറയുന്നതാന്നേ. ചുമ്മാ അല്ല ആദർശേട്ടാ, ഉള്ള കാര്യം തന്നെയാ. പൂജാരി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, വാഴക്കല്യാണം നടത്താൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. ഇതെന്തിനീ വാഴക്കല്യാണമൊക്കെ? ഇതിന്റെ വല്ല കാര്യമുണ്ടോ? ഇതൊക്കെ വെറുതെ അന്ധവിശ്വാസമാണെന്ന് പറയാം. എന്തേലും ആയിക്കോട്ടെ, അന്ധവിശ്വാസം എന്ന് തോന്നുന്നവർക്ക് അങ്ങനെ ആയിരിക്കും. പക്ഷേങ്കില് കുറെ ആൾക്കാർക്ക് നല്ല വിശ്വാസമുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു വാഴക്കല്യാണം നടത്തുവാണെങ്കിൽ 2ാമത്തെ വിവാഹ ജീവിതം അല്ലേ മുന്നോട്ട് പോകുള്ളൂ പറഞ്ഞേ. അങ്ങനെ അനാമികനെ വിവാഹം കഴിച്ചാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അവരുടെ ജീവിതം നല്ല സുഗമമായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറയാം. ആദർശ് പറഞ്ഞു, എനിക്ക് അത്രയെങ്കിലും തോന്നില്ല. ഒന്നാമത്തെ കാര്യം, എനിക്ക് ഈ വിവാഹത്തോട് താല്പര്യമില്ല. പിന്നെ അങ്ങനെ താല്പര്യമില്ലാതെ വിവാഹം കഴിക്കുന്ന അപ്പൊ ജീവിതത്തിൽ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. പിന്നെ നമ്മളിനിയിപ്പോൾ എത്ര വാഴക്കല്യാണം നടത്തിയെന്ന് പറഞ്ഞാലും നടക്കേണ്ട കാര്യമേ നടക്കത്തുള്ളൂ. ഇനിയിപ്പോൾ അവന്റെ ജാതകത്തിൽ 2ാമതൊരു വിവാഹം കഴിക്കാനായിട്ട് യോഗം ഉണ്ടെങ്കിൽ അത് നടന്നിരിക്കുമെന്ന് പറയാം. ഇത് ആദർശ് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത ടെൻഷൻ ഉണ്ട്. ദൈവമേ, 2ാമത്തെ വിവാഹം. ഇനിയിപ്പം നന്ദുവിനെ വിവാഹം കഴിഞ്ഞിട്ടുമില്ല. ഇനിയിപ്പോൾ എനിക്കിനി തോന്നും തൻ്റെ ജീവിതത്തിൽ 2 വിവാഹം ഉണ്ടെന്ന് കരുതിയിട്ട് ഇനിയിപ്പോൾ അനാമികനെ മിക്കവാറും കല്യാണം കഴിഞ്ഞതിന് ശേഷം വേണ്ടെന്ന് വെച്ചിട്ട് നന്ദുവിൻ്റെ പുറകെ പോവോ? അങ്ങനെയൊക്കെ ചിന്ത നയനയുടെ ഉള്ളിലുണ്ട്. അതും തനിക്കും നവ്യേശിക്കൊക്കെ പണിയായി തീരുകയും ചെയ്യും. പിന്നെ അത് മതി അടുത്ത പ്രശ്നമാകാനായിട്ട്. അതുകൊണ്ടാണ് ആദ്യം വാഴക്കല്യാണമെങ്കിൽ വാഴക്കല്യാണം നടത്തേക്കാൻ തീരുമാനിച്ചത്. പിന്നീട് ആദർശ് പറഞ്ഞു, എല്ലാവരുടെ അഭിപ്രായം ചോദിക്കുക, എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യോ. ഒരു പോംവഴിയായിട്ട് അത് മാത്രം ഉള്ളെങ്കിൽ ഇനിയിപ്പോൾ അത് തന്നെ ചെയ്യാന്ന് പറയണം. അങ്ങനെ വാഴക്കല്യാണം നടത്താൻ തന്നെ തീരുമാനിച്ചു. പക്ഷെ ജലജയ്ക്ക് എന്നോടൊന്നും താല്പര്യമില്ലായിരുന്നു. ജലജ അത് ആദ്യമേ തന്നെ പറഞ്ഞു, എനിക്ക് എന്നോടൊന്നും അത്ര വലിയ വിശ്വാസവും കാര്യങ്ങളൊന്നും ഇല്ല. വാഴ കല്യാണം കഴിക്കുന്നതിന് പകരം എന്തെങ്കിലും പ്രതിവിധികളൊക്കെ ചെയ്യുവാണെങ്കിൽ അതായിരിക്കും നല്ലതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ മുത്തശ്ശി പറഞ്ഞു, ഇതിനേക്കാളും വലിയൊരു ഓപ്ഷൻ വേറെ ഇല്ല. അതുകൊണ്ട് ഇത് തന്നെ നടത്തിയാൽ മതി, വാഴക്കല്യാണം തന്നെ നടത്തണമെന്ന് പറയാണ്. അങ്ങനെ അനിയുടെ ആദ്യത്തെ കല്യാണം നടക്കുവാണ്. വാഴക്കല്യാണം തന്നെ അങ്ങോട്ട് നടത്തി. ജലജ, നയനെ, നവ്യ എല്ലാവരും ഉണ്ടായിരുന്നു വാഴക്കല്യാണം. അങ്ങനെ വാഴയെ താലി കെട്ടി ആ വാഴ വെട്ടിക്കൊണ്ടേ കടലിൽ ഒഴുക്കി വിടുകയാണ് ചെയ്യുന്നത്. ഈ സമയത്തൊക്കെ എനിക്ക് നല്ല സങ്കടവും ദേഷ്യമായിരുന്നു. കാരണം എനിക്കിങ്ങനെ ചെയ്യാൻ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. കാരണം അനാമികയായിട്ടുള്ള വിവാഹം നടന്നതിന് ശേഷം ആ വിവാഹബന്ധം വേർപിരിഞ്ഞാലും പോയാലും കുഴപ്പമില്ല, തനിക്ക് അങ്ങനെ നന്ദുവിനെ താലി ചാർത്താലോ എന്നൊരു ചിന്ത അനിയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. ഈ കാര്യം അറിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് അതാ ഓർമ്മയെ വന്നേ. അപ്പൊ അനി അതിനു വേണ്ടി ഫൈറ്റുകയും ചെയ്തു. അനി പറയുകയും ചെയ്തു, ഇങ്ങനെ ഈ ബന്ധം ചേരാത്ത 2 ജാതകങ്ങൾ തമ്മിൽ ഒന്നിപ്പിക്കാൻ നോക്കേണ്ട കാര്യമുണ്ടോ? ജാതകം ചേരില്ല എന്ന കാരണത്തിൽ ഈ വിവാഹമൊന്നും വേണ്ടെന്ന് വെച്ചാൽ പോലെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ദേവേനയോ ജാനകി ആരും സമ്മതിച്ചില്ല. ജാനകി പറഞ്ഞു, എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ നീ അനാമയും തമ്മിലുള്ള വിവാഹം നടക്കും. നിന്റെ മനസ്സിൽ വേറെ പല ചിന്തകളും ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്നില്ല. നീ ഒരു കാരണവശാലും നടക്കാത്ത സ്വപ്നങ്ങളാ. അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചേരെ. നീയും അനാമയും തമ്മിൽ ഒരു ജീവിതം ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ ഈ ജാനകി ആരും നീ അറിയുമെന്ന് പറഞ്ഞ് ഭീഷണി മുഴക്കിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. ഈ സമയം അജയൻ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, നിനക്കറിയാലോ നിന്റെ അമ്മയുടെ സ്വഭാവം. അവൾ അങ്ങനെയൊന്നും ഒരു കാര്യത്തിലും വാശി എടുക്കില്ല. പക്ഷെ വാശി എടുത്തിട്ടുണ്ടെങ്കിൽ അവളുടെ ആ തീരുമാനത്തെ മാറ്റാനും പറ്റില്ല. അതുകൊണ്ട് അമ്മ പറയുന്ന അങ്ങോട്ട് അനുസരിച്ചേക്കാനായിട്ട് അനിയോട് പറയാം. അനി പറഞ്ഞു, അച്ഛാ ഇപ്പൊ തന്നെ ഈ ബന്ധത്തിന് എന്ത് തടസ്സങ്ങളാ? കല്യാണം ഉറപ്പിച്ച അന്ന് മുതൽ തുടങ്ങിയതാ ഓരോ പ്രശ്നങ്ങൾ, ഇപ്പോഴും തീർന്നിട്ടില്ല. ഇപ്പോഴാണ്ട് ജോലിസിന് നോക്കിയിട്ട് പറയുന്നു ജാതകങ്ങൾ തമ്മിൽ ചേരില്ല എന്ന്. എന്താ അതിനൊക്കെ അർത്ഥം? ഇനിയിപ്പൊ ഞാൻ അവളുടെ കഴുത്തെ താലി എടുത്തി കുറച്ചാൾ കഴിയുമ്പോൾ വേറെ കല്യാണം കഴിക്കുമെന്നാണോ പറയണേ? ഈ സമയം അജയൻ പറഞ്ഞു, ഏയ് അങ്ങനെയൊന്നും ഇല്ലടാ മോനെ, അത് ദോഷങ്ങളൊക്കെ മാറിക്കോളും, ഒരു പ്രശ്നമില്ലാതെ നിങ്ങൾ ജീവിക്കുമെന്ന് പറയാം. അപ്പോഴും അച്ഛൻ പറഞ്ഞു കേൾക്കണം, ഞാൻ പറയാനുള്ള കാര്യം നേരത്തെ പറഞ്ഞു പറയാണ്. ഇത്രയും പറഞ്ഞിട്ട് അനി അങ്ങോട്ട് കയറി പോവാ. അങ്ങനെ വാഴക്കല്യാണം എല്ലാം നടത്തിയിട്ട് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നയനയ്ക്ക് വല്ലാത്ത ടെൻഷൻ ഉണ്ട്. ഈ സമയമാണ് നന്ദുവിന്റെ കോള് വരുന്നത്. നന്ദു നയനെ വിളിച്ച് വിശേഷങ്ങളൊക്കെ തിരക്കുന്നുണ്ട് അവിടുത്തെ. അങ്ങനെ വിശേഷങ്ങളൊക്കെ തിരക്കിയതിന് ശേഷം നയന കാര്യങ്ങളൊക്കെ പറയാണ്. അനി വാഴക്കല്യാണം നടത്തിയെന്നൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പം വല്ലാത്ത ടെൻഷനായിപ്പോയി നന്ദുവിന്. നന്ദു പറഞ്ഞു, അല്ലേ ചേച്ചി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരിക്കുമോ? ഇനിയിപ്പം ജാതകവശാല 2 വിവാഹം ഉണ്ടായിരിക്കുമോ എന്ന് ചോദിക്കുക. അറിയത്തില്ല,
പൂജാരി പറഞ്ഞ കാര്യം ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരമായെന്നാ പറഞ്ഞത്. പക്ഷെ അത് എത്രമാത്രം അത് ശരിയാണെന്നും അറിയത്തില്ല എന്ന് പറയാം. നന്ദുവിന് ഇതുകൊണ്ട് കേട്ടപ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടോ ടെൻഷനോ എന്തോ വേദനയോ എന്തൊക്കെ ഒരു മനപ്രയാസം ഉണ്ടായി. ഒരു പക്ഷേങ്കില് രണ്ടാമതിനി അനിയ ആരെയായിരിക്കും വിവാഹം കഴിക്കാൻ പോകുന്നത്, ആ വിവാഹബന്ധമായിരിക്കും മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞ് തന്നെ ആയിരുന്നെങ്കിൽ എന്നൊരു ചിന്തയൊക്കെ നന്ദുവിനും മനസ്സിലേക്കും കടന്നു വരുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. വാഴക്കല്യാണോ അതിനുശേഷം ഉണ്ടാകുന്ന കുറെ സംഭവ വികാസങ്ങളൊക്കെ. അപ്പൊ അതിനു വേണ്ടി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. നാളെ രാവിലെ തന്നെ ഇതിന് ഫുൾ വിശേഷമായിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.